വരുന്ന ജനുവരി 26-ന് രാജ്യം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുമ്പോൾ പരേഡിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുക ഫ്രഞ്ച് പ്രസിഡന്റ് എമാനുവൽ മാക്രോൺ ആയിരിക്കും. ആദ്യം നിശ്ചയിച്ചിരുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ആയിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ അസൗകര്യം മാനിച്ചാണ് മാക്രോണിനെ ക്ഷണിച്ചത്. മാക്രോൺ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുമ്പോൾ ഇന്ത്യയുടെ ഈ ആദരം ഏറ്റുവാങ്ങുന്ന 6ാമത്തെ ഫ്രഞ്ച് പ്രസിഡന്റാകും അദ്ദേഹം. ഈ വർഷം ഈജിപ്ത് പ്രസിഡന്റ് അബ്ദൽ ഫത്തഹ് എൽ സിസി ആയിരുന്നു റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തത്. ഇന്ത്യ ഉത്തമ പരിഗണന നൽകുന്ന നയതന്ത്ര പങ്കാളി എന്ന നിലയിലാണ് അമേരിക്കൻ പ്രസിഡന്റിനെ ക്ഷണിക്കാൻ ആദ്യം തീരുമാനിച്ചത്. എന്നാൽ അദ്ദേഹം അസൗകര്യം അറിയിക്കുകയായിരുന്നു. വളരെ എളുപ്പത്തിൽ തീരുമാനിക്കുന്ന ഒരു കാര്യമല്ല മുഖ്യാതിഥി ആരാണെന്നത്. 6 മാസത്തോളം നീളുന്ന നടപടിക്രമങ്ങളാണ് ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ, പ്രത്യേകിച്ച് വിദേശകാര്യ മന്ത്രാലയം നടത്തുന്നത്. വിവിധ ഘടകങ്ങളാണ് മുഖ്യാതിഥിയെ തീരുമാനിക്കുന്നതിന് മുമ്പായി വിദേശകാര്യ മന്ത്രാലയം പരിഗണിക്കുന്നത്. അതിൽ ഏറ്റവും പ്രാധാന്യം മുഖ്യാതിഥിയായി വിളിക്കുന്ന രാഷ്ട്രത്തലവനും രാജ്യവുമായി ഇന്ത്യക്കുള്ള നയതന്ത്ര ബന്ധത്തിന്റെ വ്യാപ്തിയാണ്. ആ രാജ്യവുമായുള്ള ഇന്ത്യയുടെ ബന്ധം ആണിയിട്ടുറപ്പിക്കുന്നതാണ് ചടങ്ങിൽ അതിഥിയായി ക്ഷണിക്കുന്നതിലെ സാരമെന്നാണ് പൊതുവെ കരുതിപ്പോരുന്നത്. ഇന്ത്യയുടെ രാഷ്ട്രീയ, വാണിജ്യ, സൈനിക, സാമ്പത്തിക, നയതാൽപര്യങ്ങളെയും തീരുമാനത്തെ സ്വാധീനിക്കും. മറ്റൊരു ഘടകം ക്ഷണിക്കുന്ന രാജ്യവും ചേരിചേരാ പ്രസ്ഥാനവും തമ്മിലുള്ള ബന്ധമാണ്. 1950-ൽ ഇന്ത്യ ആദ്യ റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യാതിഥിയായി ക്ഷണിച്ചത് അന്നത്തെ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് സുകാർണോയെയായിരുന്നു. സുകാർണോ ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകാംഗമായിരുന്നു എന്നതാണ് അന്ന് ക്ഷണത്തിന് പരിഗണിക്കപ്പെട്ട പ്രധാന കാര്യം. ഈ കാര്യങ്ങളെല്ലാം പരിഗണിച്ച് ആരായിരിക്കണം അടുത്ത റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യാതിഥി എന്ന ധാരണയായി കഴിഞ്ഞാൽ വിദേശകാര്യ മന്ത്രാലയം അക്കാര്യം പ്രധാനമന്ത്രിയുടെയും രാഷ്ട്രപതിയുടെയും ഓഫീസുകളെ അറിയിക്കും. നിർദ്ദേശം അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ അതത് രാജ്യത്തെ ഇന്ത്യയുടെ അംബാസഡർമാർക്കാണ് അടുത്ത ചുമതല. ക്ഷണിക്കാൻ ഉദ്ദേശിക്കുന്ന രാഷ്ട്രത്തലവന് റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യയിലെത്താൻ സാധിക്കുമോ എന്ന് ഉറപ്പാക്കേണ്ടത് അംബാസഡർമാരാണ്. രാഷ്ട്രത്തലവന്മാരായിരിക്കുന്നവർക്ക് രാജ്യത്തെ കാര്യങ്ങളിലും വിദേശകാര്യങ്ങളിലുമെല്ലാം നിരവധി തിരക്കുകൾ ഉള്ളതിനാൽ ഇങ്ങനെ അംബാസഡർ തലത്തിൽ ഒരു പരിശോധന നടത്തുക. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വിദേശകാര്യ മന്ത്രാലയം നൽകുന്ന പട്ടിക ഒരു രാഷ്ട്രത്തലവന്റെ പേര് മാത്രമായിരിക്കില്ല എന്നതാണ്. ആദ്യ പരിഗണന നൽകുന്നയാൾക്ക് അസൗകര്യമുണ്ടെങ്കിൽ പരിഗണിക്കാനായി ഒന്നിലേറെ പേരുണ്ടാകും. അതാണ് ഇക്കുറി സംഭവിച്ചത്. ജോ ബൈഡന് അസൗകര്യമുണ്ടെന്ന് വ്യക്തമായപ്പോൾ പകരമായി എമാനുവൽ മാക്രോണിനെ ക്ഷണിച്ചത് വിദേശകാര്യ മന്ത്രാലയം നൽകിയ പട്ടികയിൽ ആ പേരും ഉണ്ടായിരുന്നതുകൊണ്ടാണ്. ആരെയാണ് ഇന്ത്യ ക്ഷണിക്കുന്നതെന്ന് തീരുമാനമായാൽ പിന്നെ 2 രാജ്യങ്ങളും തമ്മിൽ ഔദ്യോഗിക ചർച്ച ആരംഭിക്കും. വിദേശകാര്യ മന്ത്രാലയ തലത്തിലായിരിക്കും ഇത്. തുടർന്ന് ചീഫ് ഓഫ് പ്രോട്ടോകോളിന്റെ നേതൃത്വത്തിൽ ക്ഷണിക്കപ്പെട്ട രാഷ്ട്രത്തലവന്റെ യാത്രാ പരിപാടിയും ഒരുക്കേണ്ട സംവിധാനങ്ങളും തീരുമാനമാക്കും. രാഷ്ട്രത്തലവൻ ആ രാഷ്ട്രത്തിൽ നിന്ന് പുറപ്പെടുന്നത് മുതൽ മടങ്ങുന്നതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ഇന്ത്യയുടെ നേതൃത്വത്തിലായിരിക്കും. ഇന്ത്യയിലെത്തുന്ന മുഖ്യാതിഥിക്ക് രാഷ്ട്രപതി ഭവനിൽ ഔദ്യോഗിക വരവേൽപ്പ് നൽകും. തുടർന്ന് രാഷ്ട്രപതി ഭവനിൽ സൽക്കാരമൊരുക്കും. റിപ്പബ്ലിക് ദിനത്തിൽ അവർ രാജ്ഘട്ടിലെത്തി മഹാത്മാഗാന്ധിക്ക് ആദരമർപ്പിക്കും. റിപ്പബ്ലിക് ദിനത്തിൽ പ്രധാനമന്ത്രി അത്താഴവിരുന്നും ഒരുക്കും. ഫ്രാൻസുമായി എല്ലാ കാലവും ഇന്ത്യക്ക് മികച്ച നയതന്ത്ര ബന്ധമാണുള്ളത്. അതാണ് ഇക്കുറി എമാനുവൽ മാക്രോണിനെ മുഖ്യാതിഥിയായി ക്ഷണിക്കാനുള്ള ഒരു കാരണം. ഇതിനു മുമ്പ് 2016-ൽ ഫ്രാൻസ ഒളാന്തായിരുന്നു റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യാതിഥിയായ രാഷ്ട്രത്തലവൻ. കഴിഞ്ഞ ജൂലൈയിൽ ഫ്രാൻസിന്റെ ദേശീയ ദിനമായ ബാസ്റ്റ് ഡേയിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഫ്രാൻസ് മുഖ്യാതിഥിയായി ക്ഷണിച്ചിരുന്നത്. ഐക്യരാഷ്ട്ര സംഘടനയിൽ അടക്കം ഇന്ത്യക്ക് കരുത്തുറ്റ പിന്തുണ നൽകുന്ന രാജ്യമാണ് ഫ്രാൻസ്. ഇക്കുറി മാക്രോൺ മുഖ്യാതിഥിയായി വരുന്നതോടെ ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ ദൃഢമാകുമെന്നാണ് പ്രതീക്ഷ.